20 മണിക്കൂറിലധികമാണ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലത്തിന്റെ ഓഫീസിൽ ഇ.ഡി. പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ അവസാനിച്ച റെയ്ഡിൽ നിർണായക രേഖകളും 1.5 കോടി രൂപയും ഇ.ഡി. പിടിച്ചെടുത്തതായാണ് വിവരം. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലെത്തിച്ച് രേഖകൾ സഹിതം ചോദ്യം ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിച്ചതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. നമസ്കാരം. ഗോകുലം ഗോപാലിന് മുകളിലുള്ള പിടി ഇ.ഡി. മുറുക്കിയേക്കാണ്. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഏതാണ്ട് 1000 കോടി രൂപയോളം ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ചട്ടലംഘനം നടത്തി 1.5 കോടി രൂപ, കണക്കിൽപ്പെടാത്ത 1.5 കോടി രൂപ പുള്ളിയുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തു. അതിനൊക്കെ കണക്ക് എവിടെ നിന്നാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റ് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു നടപടി ഇ.ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സംശയിക്കേണ്ടതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടായി കാണും. കാരണം എമ്പുരാന്റെ ഇത്രയൊക്കെ വിവാദങ്ങൾ നടക്കുന്നു, അതേ സമയത്ത് തന്നെ എമ്പുരാന്റെ പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇ.ഡി. ചെല്ലുന്നു, അവിടെ അന്വേഷണം നടത്തുന്നു, കുറെ രേഖകളൊക്കെ പിടിച്ചെടുക്കുന്നു. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? അതായത് സിനിമയിൽ കാണുന്നത് പോലെയുള്ള രംഗങ്ങൾ റിയാലിറ്റിയിൽ ആവർത്തിക്കുന്നു. അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഗോകുലം ഗ്രൂപ്പ് ചട്ടം ലംഘിച്ച് 593 കോടി സമാഹരിച്ചുവെന്ന് ഇ.ഡിയുടെ കണ്ടെത്തൽ വരികയാണ്. പ്രവാസികളിൽ നിന്നും ചട്ടം ലംഘിച്ച് 593 കോടി രൂപ സമാഹരിച്ചു. ചിട്ടിക്കെന്ന പേരിൽ നേരിട്ട് പണം വാങ്ങി ഈ തുക പിന്നീട് അക്കൗണ്ടുകൾ വഴി കൈമാറുകയും ചെയ്തു. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം അയച്ചുവെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇ.ഡിയുടെ പരിശോധനയിൽ ഗുരുതരമായ രീതിയിലുള്ള ചട്ടലംഘനങ്ങളുടെയും പണം സമാഹരണത്തിന്റെയും ഒക്കെ തന്നെ വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? രാഗിൻ, ഇപ്പോൾ പരിശോധന ഏത് ഘട്ടം പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന ഈ പണത്തിന്റെ കണക്ക് എങ്ങനെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ RBI അതോടൊപ്പം തന്നെ ഫെമ ഈ 2 ചട്ടലംഘനങ്ങളാണ് അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസ് വ്യക്തമാക്കിയിരുന്നു, ഇത്തരത്തിലുള്ള ചിട്ടി നടത്തിപ്പ്, ആ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില വിദേശ മലയാളികളിൽ നിന്നൊക്കെ ചിട്ടിയുടെ പേരിൽ കുറെ പൈസ ചട്ടം ലംഘിച്ച് വാങ്ങിച്ചെടുത്തു എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒഫൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇങ്ങനെ പണം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ചട്ടം ലംഘിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായി എന്താണോ ചെയ്തത് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യണം. അയാളുടെ കയ്യിൽ നിന്ന് പിഴയും ഈടാക്കണം. സിനിമയൊക്കെ സിനിമയുടെ വഴിക്ക് പോകും, പക്ഷെ റിയാലിറ്റിയിൽ അയാൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷാർഹൻ തന്നെയാണ്. അല്ലാതെ ഒരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതാണ്, അയാൾക്കുള്ള പണിഷ്മെന്റ് കിട്ടണം. ആ കാര്യം കൊണ്ട് മാറ്റിവെക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ചെല്ലുന്നത്. തമിഴ്നാട്ടിൽ 3 മണിക്ക്, പുലർച്ചെ 3 മണിക്കാണ് തമിഴ്നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ ഇ.ഡി. സംഘം ചെല്ലുന്നത്. അപ്പൊ കൃത്യമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സമയത്ത് തന്നെ ചെല്ലുന്നതിൽ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സിനിമയിൽ കാണുന്ന അതേ രംഗം തന്നെ റിയാലിറ്റിയിൽ ആവർത്തിക്കുകയാണ്. ഇതിപ്പോ പറയുന്നത് എമ്പുരാൻ സിനിമ ഇറക്കിയത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. 2022 ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നതെന്നാണ്. 2022 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025, അതായത് 2 വർഷത്തോളം കഴിഞ്ഞു. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ മുകളിലുള്ള അന്വേഷണം നടത്തേണ്ടത്? അതാണ് എൻ്റെ ഒരു സംശയം. 2 വർഷം കഴിഞ്ഞ് കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ അന്വേഷണം നടത്തിയതിൽ തീർച്ചയായിട്ടും അതിനകത്ത് കുറെ ആൾക്കാരുടെ വ്യക്തി താല്പര്യം കാണാൻ സാധിക്കും. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഈ സമയത്ത് തന്നെ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയും എമ്പുരാൻ കാരണമൊന്നുമല്ല, 2022 കേസ് കാരണമാണ്. 2022 കേസ്, അതിനുശേഷം 2 വർഷം കഴിഞ്ഞു. ഇയാൾക്ക് എന്തുമാത്രം ക്രമക്കേട് നടത്താനുള്ള സമയമായി, എന്തുമാത്രം ചട്ടലംഘനം നടത്താനുള്ള സമയമായി. ആ സമയത്തൊന്നും ഇ.ഡിക്ക് ഇടപെടുകയും ചെയ്യണ്ടായിരുന്നു, അന്വേഷിക്കുകയും ചെയ്യണ്ടായിരുന്നു, ഒന്നും പിടിച്ചെടുക്കുകയും ചെയ്യണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാൻ ആ വാർത്തയും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. ജനഗണമന, ഗോൾഡ് തുടങ്ങിയ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയത്. 2022 പുറത്തിറങ്ങിയ ഈ സിനിമകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് നടപടി. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ലെന്നാണ് വിവരം. എന്നാൽ പാതി നിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. നികുതി ഇളവിന് വേണ്ടി ശ്രമിച്ചുവെന്നും പ്രതിഫലം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത ആവശ്യമാണെന്നും
ആദായനികുതി വകുപ്പ് പറയുന്നു. ഏപ്രിൽ 29-നകം മറുപടി വേണമെന്നാണ് ആവശ്യം. നേരിട്ടോ അല്ലാതെയോ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത്. എമ്പുരാൻ എഫക്റ്റ് അല്ല, കേസിലെ സ്വാഭാവിക നടപടികളുടെ ഭാഗമായാണ് പൃഥ്വിരാജിനുള്ള നോട്ടീസ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഈ വിവാദമൊക്കെ ഉണ്ടായി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് രാത്രി കൊച്ചി ഓഫീസിൽ നിന്നും നോട്ടീസ് പോയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പൃഥ്വിരാജിന് നേരെയും ഇതേ ആയുധമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും 2022 സംഭവമാണ്. 2022 പൃഥ്വിരാജ് അഭിനയിച്ച 3 സിനിമ. ആ 3 സിനിമയിൽ പൃഥ്വിരാജ് ഇത് വാങ്ങിച്ചിട്ടില്ല. ആക്ടർ ആകുമ്പോൾ ആക്ടറിന്റെ തുക വാങ്ങിച്ചിട്ടില്ല. അതല്ലാതെ പുള്ളിക്കാരനായിരുന്നു ഹാഫ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള ബെനിഫിറ്റ് ഇൻകം മാത്രമാണ് പുള്ളി വാങ്ങിച്ചത്. 40 കോടി രൂപയോളം വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസയിൽ എന്തൊക്കെയോ തകരാറുകൾ കാണുന്നു, അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചേക്കുന്നത്. അപ്പൊ എത്രയോ ദിവസം കൊടുത്തിട്ടുണ്ട്, 5-6 ദിവസം കൊടുത്തിട്ടുണ്ട്. കാരണം ബോധിപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ കാരണം ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇഡിയുടെ പരിശോധന പുള്ളിക്കാരന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നടക്കും. ഇതാണ് പുള്ളിക്കാരന്റെ നേരെ. ഇനി ബാക്കിയുള്ളവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും മുരളി ഗോപിയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സംഭവം ഇതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോഴേ ഇവരൊക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇവർ നോക്കിയപ്പോൾ ഇഡിയുടെ അണ്ടറിൽ ഗോകുലം ഗോപാലന്റെ പേരിൽ ഒരു കേസുണ്ട്. അത് 2022 രജിസ്റ്റർ ചെയ്ത കേസാണ്. എന്നാൽ ആ കേസിൽ ഇപ്പൊ തന്നെ അങ്ങ് ആക്ഷൻ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ചെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പരിശോധന നടത്തുന്നു. എന്നിട്ട് കുറെ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ 2022 അഭിനയിച്ച 3 സിനിമകൾ, ആ 3 സിനിമകളുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ വശപ്പശുകൾ കാണുന്നു. അപ്പൊ നേരെ പൃഥ്വിരാജിന്റെ നേരെയും നോട്ടീസ് അയക്കുന്നു. ഇനി ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വശപശുകൾ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് നോട്ടീസ് അയക്കും. ചിലപ്പം ആന്റണി പെരുമ്പാവൂരിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ, അതൊരു ബിസിനസ് പോലെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ബിസിനസ് ആകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെയും ഒരു പരിശോധന നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ജീനിയസ് ആയതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ അന്വേഷണങ്ങൾ വരുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഇവരെ ന്യായീകരിക്കുകയൊന്നുമല്ല കേട്ടോ. ഇപ്പൊ ഗോകുലം ഗോപാലനെയോ പൃഥ്വിരാജിനെയോ ഒന്നും ന്യായീകരിക്കുകയല്ല. അവരുടെ കയ്യിൽ സോഴ്സിൽ പെടാത്ത പൈസ അവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ശിക്ഷാർഹരാണ്. അവർ പിഴ അടയ്ക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ നിന്ന് ആരും മാറി നിർത്തിക്കാനൊന്നും പറ്റത്തില്ല. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആരും നിയമത്തിന് മുകളിലൊന്നുമല്ല. പക്ഷേ എല്ലാവരും നിയമത്തിന്റെ കീഴിൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് തോന്നലല്ല, അതാണ് സത്യമെന്ന് ഏറെക്കുറെ പറയാൻ സാധിക്കും. ചോദ്യം ചോദിച്ചു, വലിയൊരു കോളിലൊക്കെ സൃഷ്ടിച്ചു, വലിയ ചർച്ചകൾക്കൊക്കെ സിനിമ വഴിതിരിച്ചപ്പോൾ ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് നേരെ ഈ രീതിയിലൊക്കെ ആക്ഷൻ എടുക്കുന്നു. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടൊക്കെ ആക്ഷൻ എടുക്കുന്നു. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം.